ആ പന്തലിൽ വെച്ച് തന്നെ പൂജാബേട്ടിയുടെ കല്യാണം നടത്തും എന്ന് സിക്കന്ദർ സാബ് ശപഥം ചെയ്തതോടെ ഈ വീട്ടിലുള്ള മറ്റുള്ളവർ മറ്റൊരു ശപഥം കൂടെ ചെയ്തു. ഇനി പൂജാബേട്ടിയുടെ കല്യാണം കഴിഞ്ഞിട്ടേ ഈ വീട്ടിലുള്ള മറ്റാരെങ്കിലും കല്യാണം കഴിക്കൂന്ന്. അത് നന്നായി. പെട്ടെന്നൊരു കല്യാണം വന്നാ തുണി അലക്കി 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 എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റാത്ത അവസ്ഥയാവും. പക്ഷെ പെട്ടെന്നൊരു കല്യാണം നടക്കും എന്റെ. എടോ, കല്യാണം കഴിക്കണമെങ്കിൽ മിനിമം താലി കെട്ടാനുള്ള ആരോഗ്യമെങ്കിലും വേണം. മിനിമം ഒരു പെണ്ണിനെയൊക്കെ താലി കെട്ടാനുള്ള ആരോഗ്യം ഈ ശരീരത്തിനുണ്ടോ? ഇല്ലെങ്കിൽ അവൾ എന്നെ പ്രേമിക്കോ? ദൈവമേ, ഈ ശരീരത്തിനോടും പ്രേമോ? അതേടാ, മേരാ പ്യാരി സോനാരെ. സോനാര് അതായത് എന്ന് പറഞ്ഞ തങ്കമേ. ഓ, അപ്പൊ തങ്കമ്മേതാ പെണ്ണിന്റെ പേര്? തങ്കമ്മ എന്നല്ലടാ പോത്തെ, തങ്കമേ സോനാരെ. വേഗം ഒഴിക്കടാ. ഒഴിക്കല്ലേ, ധൃതി പിടിക്കല്ലേ. എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. തോണ്ടി നാക്കിന്റെ മർമ്മത്ത് തേക്ക്. അയ്യ, എന്തു ചെയ്തത്? ഇത്തിരി സോഡ കൂടി. ആ ഒഴി ഒഴി ഒഴി. എന്റെ അച്ഛന്റെ അച്ചാറ്. ആ, മിലിറ്ററിയാണ്. അപ്പൊ ഇല്ലാത്ത വെടിവെച്ചൊക്കെ കേൾക്കും. എന്നാ പിന്നെ കിടന്ന് ഉറങ്ങിക്കൂടാ. എന്ത് പറ്റി രമണ? അയ്യോ പാവം. പോട്ടെ പോട്ടെ. അങ്ങനെ അവന്റെ മെയിൻ സ്വിച്ചും പോയി. എന്തിനാ ഇവിടെ ഒരു ബഹളം? ഒച്ച വെക്കാനാ പാട്ടി. വാ, നമുക്ക് സംസാരിക്കാം. എനിക്ക് സംസാരിക്കാൻ ഇവിടെ ആരുമില്ലാതായി. ആരുമില്ലാടാ ഇവിടെ എനിക്ക് സംസാരിക്കാൻ. നീ സംസാരിക്കില്ല, പക്ഷെ പാട്ട് പാടും അല്ലടാ? മതി, സത്യം പറ, എന്തിനാ ഈ വേഷം കെട്ടൊക്കെ? ശരി, നിന്നെ കൊണ്ടത് പറയിക്കാൻ പറ്റുമെന്ന് ഞങ്ങളൊന്ന് നോക്കട്ടെ. വാ പൂജ. എവിടെ പോയി? ഞാനിവിടെ ഉണ്ട്. എനിക്ക് ഇടയ്ക്കൊക്കെ ചെവി കേൾക്കാനും വല്ലപ്പോഴും സംസാരിക്കാനും പറ്റും. ഞാനൊരു പ്രത്യേകതരം ഊമയാ. നിങ്ങൾക്കൊരു സത്യം അറിയോ? എനിക്കൊരു കിഡ്നി ഇല്ല. അതിനെന്തിനാണ് ഊമയായിട്ട് അഭിനയിക്കുന്നത്? നിനക്കെന്താ വായിലാ കിഡ്നി? അല്ല, ഭാരിച്ച പണിയെടുത്ത ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവുമെന്ന് ഡോക്ടറാ പറഞ്ഞത്. ഊമയായിട്ട് അഭിനയിച്ച സെന്റിമെന്റ്സ് കിട്ടുമെന്നും ഭാരിച്ച പണിയൊന്നും എടുക്കേണ്ടി വരില്ല എന്ന് അമ്മാവനും പറഞ്ഞു. അമ്മാവും കാശ് വിട്ട് പറഞ്ഞവരെ ഞാനിവിടെ എങ്ങനെയെങ്കിലും ഒന്ന് പിടിച്ചു നിന്നോട്ടെ. ഞാനൊരു പാവ. ഞാൻ ആർക്കും ഒരു ദ്രോഹം ചെയ്യുന്നില്ലല്ലോ. ഒരൊറ്റ കിട്ടിക്കാരന്റെ വേദന നിങ്ങൾക്ക് മനസ്സിലാവില്ല. എന്നെ കൂടുതൽ കരയിപ്പിക്കരുത്. ഞാൻ സംസാരിക്കുന്നത് നിങ്ങൾ ആരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പഞ്ചാബികളുടെ മൊത്തം വെള്ളം കൂടി ഞാൻ മുട്ടിക്കും. ഞാൻ ഇവിടുത്തെ കിണറ്റി ചാടിച്ചാവും. എന്താ ഈ കുട്ടി കൈകൊണ്ട് പറയണേ? ശരി, ഞങ്ങള് കാരണം നീ കിണറ്റിച്ചാടണ്ട. പക്ഷെ ഈ വിവരം ഇവിടെ വേറെ ആരെങ്കിലും അറിഞ്ഞാലുണ്ടല്ലോ, പിന്നെ നിനക്ക് മറ്റേ കിഡ്നി ഉണ്ടാവില്ല. പൊയ്ക്കോ. ഞാനെന്തല്ലോ ഒരു സ്വപ്നം കണ്ടടാ. നമ്മള് മൂന്നിലൂടെ വെള്ളം അടിച്ചോണ്ടിരുന്നപ്പോ ഈ പൊട്ട സംസാരിച്ചതായിട്ട്. മിണ്ടാതിരിടാ പട്ടി എന്നല്ലേ അവൻ പറഞ്ഞത്? എന്റെ സ്വപ്നത്തിലെ ഡയലോഗ് നീ എങ്ങനെ കേട്ട്? സ്വപ്നത്തിന് ഞാനും ഉണ്ടായിരുന്നല്ലേ പറഞ്ഞത്? അപ്പൊ ഞാൻ കേൾക്കാതിരിക്കോ? കേൾക്കാതിരിക്കാൻ ഞാൻ എന്താ പൊട്ടനാ?
അതായത് ഉത്തമ. മനസ്സിലായി മനസ്സിലായി മനസ്സിലായി. ഉറച്ചു, കല്യാണം ഉറച്ചു, നമ്മുടെ പൂജാ ബേട്ടിയുടെ കല്യാണം ഉറച്ചു. ഹായ് ഹായ് ഹായ്. വേണ്ട, വിളിച്ചു പോട്ടെ, നമുക്ക് സസ്പെൻസ് ആയിട്ട് വെക്കാം. ലഡ്ഡുവും ജിലേബിയും ഒക്കെ ആയി മധുരത്തോടെ അറിയിക്കാം. മോൾക്ക് ഇഷ്ടമുള്ള ഒരെണ്ണം എടുത്തേ, ഒരു സന്തോഷ വാർത്ത പറയാം. ബേട്ടി, സ്ത്രീധനായിട്ട് എത്ര സ്ഥാപനങ്ങൾ അവർ ചോദിച്ചതെന്ന്. അതൊന്നും എന്റെ മോൾ അറിയണ്ട, അതൊക്കെ നിന്റെ ബയ്യ വേണ്ട പോലെ നോക്കിക്കോളൂ. ഒന്ന് മോൾ ഒരു ലഡ്ഡു എടുത്തേ. എടുക്കും മോളെ. എന്താ ഇത്? പഞ്ചാബിലെ നമ്മുടെ 2 സ്ഥാപനങ്ങളും കൊച്ചിയിലെ പലതും ചോദിച്ച നിലയ്ക്ക് അവർക്ക് ആവശ്യം ഇവിടെയല്ല സ്വത്തുക്കളാണെന്ന് ആർക്കാ മനസ്സിലാവാത്തത്? അവര് ചോദിക്കുന്നത് എന്താ തെറ്റ്? അതാരായാലും ശ്രീധരൻ ചോദിക്കില്ലേ? സമ്പത്തൊക്കെ കയ്യിലായി കഴിഞ്ഞാൽ അവർക്ക് പിന്നെ അവളൊരു ഭാരമാവും. അങ്ങനെ ആരുടെ ജീവിതത്തിലും ഭാരമാവാൻ അവൾ ആഗ്രഹിക്കുന്നില്ല. എന്ന് വെച്ച് വിവാഹം വേണ്ടെന്ന് വെക്കാൻ പറ്റുമോ? സുനോ, कोई तो बात देखे तो सिकंदर ये शादी के लिए मंजूरी देगा. അതെ, ഒന്നും കാണാൻ സിക്കന്ദർ ഇതിന് സമ്മതിക്കുവോ? നീ ഒരു കാര്യം ഓർക്കണം, നിന്റെ ബയ്യ ഒരു ദിവസം പോലും അവനു വേണ്ടി ജീവിച്ചിട്ടില്ല. ഇക്കാലം അത്രയും നിനക്ക് വേണ്ടി മാത്രം ജീവിച്ചവനാ അവൻ. ബയ്യ പറയുന്നത് മോൾ അനുസരിക്കണം. പക്ഷേ അവൾക്കത് ഇഷ്ടല്ല. അതെന്താ ആരും മനസ്സിലാക്കാത്തത്? നിനക്കറിയാമല്ലോ, സിക്കന്ദർ ഒന്ന് തീരുമാനിച്ചാൽ അത് നടക്കും. എതിർക്കാതെ അനുസരിക്കുന്നതാ എല്ലാവർക്കും നല്ലത്. എന്താ അയ്യേ, ഇതെന്ത് കോലം? ഇവിടത്തെ ആ കിളവൻ സർദാർജി അലക്കാനിട്ട ഡ്രസ്സാ. ഞാനിപ്പോ ഇത് നൈറ്റ് ആയിട്ട് ഉപയോഗിക്കുക. അല്ല, എന്താ കാണണോന്ന് പറഞ്ഞ? അയ്യേ, ചോ, ലൗലിട്ടൊന്നും ഞാൻ വാങ്ങിക്കില്ല, എനിക്ക് നാണാവും. ഒറ്റ വീക്ക് വെച്ചിട്ട് ഞാൻ പിടിക്കടാ. ഇതെന്താ ഇത്? മലയാളം. അക്ഷരം മലയാളോ? മേം പൂജാനു ദോ പതുക്കെ. സലാം തോ ഇത് പ്യാർ പഞ്ചാബിയാ. പഞ്ചാബിലേക്ക് ഒരു സന്ദേശം. അയ്യോ, പഞ്ചാബിലേക്ക് ഇപ്പൊ ഒരു ട്രിപ്പ് പോകാനുള്ള ടൈം എനിക്കില്ല. നീ പഞ്ചാബിലേക്ക് ഒരു ട്രിപ്പൊന്നും പോകണ്ട. നിന്റെ ശബ്ദം പഞ്ചാബിലേക്ക് പോയാ മതി. ഓ, ശബ്ദമല്ലേ? ശബ്ദല്ല, ഇത് വായിക്കേ. Yes, महिंद्रा सिंह स्पीकिंग. ഒരു മഹീന്ദ്ര സിംഗ്. ഇത് വായിക്കാൻ. मैं पूजानु दो सलाम दो प्यार करता है हम एक दूजे बगैर अजी जिंदा नहीं रह सकते. ये उससे करवा लिया ने पूजा दिया व्या किसे और नल कीता था वो सड़ी बहुत ही देख लेंगे. क्या? നീ ആരാ? ഗബ്ബർ സിംഗോ? കക്ക കക്കാന്ന് വിളിക്കാൻ? ആരാ ഈ മഹീന്ദ്ര സിംഗ്? പൂജയെ കെട്ടാൻ പോകുന്ന ആളാ. ആഹാ, ഞാൻ എന്താ അയാളോട് പറഞ്ഞത്? ഞാൻ പൂജയുടെ കാമുകനാണ്. ഓഹോ. ഞങ്ങൾ തമ്മിൽ 2 വർഷമായി സ്നേഹത്തിലാണ്. നിങ്ങളുമായിട്ടുള്ള പൂജയുടെ കല്യാണം നടത്താൻ ശ്രമിച്ചാൽ എന്റെയും പൂജയുടെ മൃതശരീരം ആ കല്യാണ പന്തൽ കാണുന്നു. അയ്യോ, ഇങ്ങനെയൊക്കെ പറഞ്ഞ കല്യാണം മുടങ്ങില്ലേ? മുടങ്ങും. നീയാ പൂജയുടെ കല്യാണം മുടക്കിയത്. ഞാനോ? നീ തന്നെ. അയ്യോ, ഇതെന്ത് മഹാപാപം! ആ, ബേ ബേ ബേ. ഇനി ഇങ്ങനെയൊക്കെ പാടുള്ളൂ. ഇനി നിനക്ക് നാവുണ്ട്. നീ വീട്ടിൽ ആരെങ്കിലും അറിഞ്ഞാ പിന്നെ നിന്റെ കാര്യം പോക്ക. വലയെടുത്ത് കടലിലേക്ക് എറിയടാ. എടാ, നീട്ടി എറിയടാ. തലയിലിട്ട് ഞോണ്ടാതടി. എന്താ ഇത്? सोनारे, ये छोटा कागज है, मेरा पास कोरा कागज है. എന്താ പറ്റി? പട്ടിന്നല്ല, പറ്റി. ഈ പഞ്ചാബി പ്രേമക്കത്ത് മലയാളത്തിൽ നീ ആരെ കൊണ്ടാ എഴുതിച്ചത്? ഇനി ഇതിന്റെ അർത്ഥം കൂടെ പറഞ്ഞു താ, എന്നാലേ മറുപടി തരാൻ പറ്റൂ. അത് സാരമില്ല, അവ ഊമയാ, പൊട്ടൻ, ഒന്നും മനസ്സിലാവൂല. ഇല്ലെങ്കിൽ നോക്കിയാ ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. മിസ് പൊട്ടൻ, നീ എന്തിനാടാ സ്വർഗത്തിലെ കട്ടുറുമ്പാകാൻ ഇപ്പോഴിങ്ങോട്ട് വന്നത്? ചേട്ടേ,
ഇനി കൂടുതൽ ഇവിടെ നിന്ന് കറങ്ങിയാലുണ്ടല്ലോ ഞാൻ തല പിടിച്ച് ഇതിനകത്തിട്ട് വറുക്കും പറഞ്ഞേക്കാം. പോടാ അങ്ങോട്ട്, നാണമില്ലാത്ത മേ പൂജാനും ദോ സലാം 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 ദോ പ്യാർ करता है क्या साले उल्लू की पट्टी क्या बोलता है? നീ വായിച്ചു തരാമ്മ, ഊമ വായിച്ചു തരാമ്മ. എന്താ ചൂടാവണം? ചൂടാവാതെ പോടാ. ഞാൻ തന്നില്ല എന്റെ ജീവിതം, എന്റെ ജീവിതം വെച്ച് കളിക്കരുത്. निकल बाहर। क्या करता है? കുറച്ച് കറുത്തുപോയി, കുറച്ച് കറുത്തുപോയി. അവൻ നിന്നെ വല്ലതും ചെയ്താ? उधर से ഛീ, വൃത്തികെട്ടവൻ. അതിനിടയ്ക്ക് അവൻ ചെയ്താ? क्या? അറിയില്ല, പഞ്ചാബിയാ. നീ തരാൻ നമസ്തേ സാർ. ഗംഗാധരൻ പണയം എടുത്തോണ്ടോ? ഹലോ, മറ്റാൾ എവിടെ പോയി? അതൊന്നും സാരമില്ല. എനിക്ക് ഇതുപോലത്തെ നല്ല ഇടികൾ ഇടയ്ക്കിടയ്ക്ക് നാട്ടിൽ കിട്ടാറുള്ളതാ. കുട്ടി പൊക്കോളൂ. ഇനി ഇവിടെ കിടന്ന് ചുറ്റിത്തിരിയണെങ്ങാനും കണ്ടു കഴിഞ്ഞാൽ അതിന് വേറെ തല്ലും കിട്ടും. ഇന്നത് താങ്ങാനുള്ള കപ്പാസിറ്റി എനിക്കില്ല. കുട്ടി പൊക്കോളൂ, പൊക്കോളൂ, പൊക്കോളൂ. അമ്മേ, കുട്ടിയല്ല, ഞാൻ എന്റെ അമ്മയെ വിളിച്ചതാ. എന്റെ അമ്മേ. ഓ, ഇത് കൈയാണോ കാലാണോ? എന്നോട് ക്ഷമിക്കണം. എങ്ങനെയൊക്കെ ആവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. പക്ഷെ ഞാൻ പ്രതീക്ഷിച്ചു. ആദ്യത്തെ ഇടി കിട്ടിയപ്പോ തന്നെ ഏതാണ്ട് ഇങ്ങനെയൊക്കെ തന്നെയാവും ഞാൻ പ്രതീക്ഷിച്ചു. താൻ ഇനി ഇവിടെ നിന്നാ ശരിയാവില്ല. ഇന്ന് രാത്രി തന്നെ ഇവിടെ നിന്ന് പോണം. പോവാനോ? എങ്ങോട്ട്? എങ്ങോട്ട് വേണമെങ്കിലും പോയിക്കോ. കാശ് എന്തെങ്കിലും വേണമെങ്കിൽ തരാം. എന്ത് തരും? 500 മതിയോ? 500? ജാക്കി ചണ്ടിടി പോലത്തെ 10-200 ഇടി കൊണ്ടവന് ഒരു 500 ഒലിവേ സൈക്കിൾ വന്നിടിച്ചാൽ ഇതിലും കൂടുതൽ കിട്ടൂലോ. പിന്നെ എത്ര വേണം? ഒരു 7.5 ലക്ഷം രൂപ വേണം. വേഗം എടുത്തിട്ടോ. അയ്യോ, അത് കുറഞ്ഞു പോയല്ലോ. ആണോ? ഒരു 10 തികച്ചു തരാം. ഓക്കെ, ഞാൻ ഉറപ്പിച്ചു. ഏയ്, ഒരുപാട് വാശി കാണിക്കല്ലേ. നീ ഊമയാണെന്ന് പറഞ്ഞിട്ടാ ബയ്യൻ നിന്നെ വെറുതെ വിട്ടത്. ഇനി അങ്ങനെ അല്ലാന്ന് അറിഞ്ഞാലുണ്ടല്ലോ, ജാക്കി ചാൻഡി അല്ല മൈക്ക് ടൈസന്റെ ഇടിയാ നിനക്ക് കിട്ടാൻ പോകുന്നത്. അതുകൊണ്ടാ പറഞ്ഞത് വേഗം സ്ഥലം കളിയാക്കാൻ. നാളെ നേരം വെളുക്കുമ്പോ നിന്നെ ഇവിടെ കണ്ടുപോകരുത്. നീ എന്താ എന്നെ വരട്ടുക? നീ എഴുതി തന്ന കടലാസ് നിങ്ങളുടെ ബയ്യല്ലേ? ആ കാലമാടന്റെ കയ്യിൽ തന്നെ ഉണ്ട്. ഇന്നലെ വന്ന എനിക്ക് പഞ്ചാബി അറിയില്ലെന്ന് അയാൾക്കറിയാം. ആ പെങ്കൊച്ചിന്റെ കല്യാണം മുടക്കാൻ അവളെന്റെ കാമുകിയൊന്നല്ലോ. ചൂടാവാതടി. നീയാ ഇതൊക്കെ എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചതെന്ന് തെളിയിക്കാൻ ആ കടലാസിലെ ഈ കൈയക്ഷരം ഒന്ന് ഒത്തു നോക്കിയാ മതി. പിന്നെ സമാധാനം പറയേണ്ടി വരുന്നത് നീയാ. നിന്റെ കല്യാണം നടത്താതെ അവളുടെ കല്യാണം നടത്താൻ ശ്രമിച്ചതിലുള്ള അസൂയ കൊണ്ടാ നീ എന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിച്ചതെന്ന് ഞാൻ തെളിയിക്കും. അതോടെ പണ്ട് മുടങ്ങിയ കല്യാണം മുടക്കിയതും നീയാണെന്ന് എല്ലാവരും സംശയിക്കും. പിന്നെ നിന്റെ കാര്യം പോകാം. അതെ, ഇനിയൊന്നും ബയ്യ അറിയാണ്ട് നോക്കേണ്ടത് നിന്റെ കടമയാ. എങ്ങാനും ഞാൻ മിണ്ടിപ്പോയാ നിന്റെ കഷ്ടകാലം അപ്പ തുടങ്ങും. ആഫീസ് ആഫീസും പൂട്ടും. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് മേം സാർ. ഗംഗാര ഒന്ന് അടങ്ങ്. ഒന്ന് അടങ്ങാനല്ലടാ, ഒന്ന് ഉടക്കാനാ വന്നിരിക്കുന്നത്. എന്റെ പൊന്നനന്തരവനെ നിങ്ങൾ തല്ലി ചതിച്ചില്ലടാ. ഗംഗാര, ഇതിപ്പോ ഞാൻ പറഞ്ഞാണെന്ന് അവരറിയും. എന്റെ പണി പോവും. പണി പോട്ടടാ. നീ കടപ്പുറത്തേക്ക് വാ, നിനക്ക് അവിടെ പണി തരാം. കടപ്പുറത്ത് വന്നിട്ട് ഞാൻ എന്തോ ചെയ്യാൻ? നീ ഒന്നും ചെയ്യണ്ടടാ. നിന്റെ ചൂണ്ടക്കുറത്ത് കടലിലേക്ക് എറിഞ്ഞ വലിയ സ്രാവിനെ പിടിക്കാം. എന്റെ അനന്തരവനെ തല്ലിയല്ലേ, ഇതിന് സമാധാനം പറയിപ്പിക്കാതെ ഗംഗാധരനോട് പോവില്ല. ഗംഗാധര, അത് ഒരബദ്ധം പറ്റിയതാ. അബദ്ധോ? ബദിരനും മൂങ്ങനുമായി ഒരു മിണ്ടാപ്രാണിയെ തല്ലിച്ചതക്കുന്നതാണ് അബദ്ധം. കൈയെടുക്കടാ. ഒരു കാര്യം ചെയ്യ്, അവനെ കൊണ്ടുവയ്ക്കൂ. കാശ് പിന്നെ തന്നാ മതി. വാക്ക് പറഞ്ഞ വാക്കായിരിക്കണം. നിർവികേട് കാണിക്കരുത്. കാശ് തരാതെ അവനെ വിടില്ല എന്ന് പറഞ്ഞാൽ വിടരുത്. നീ വിടറാ. ഇപ്പൊ ഇതിന് സമാധാനം പറയണം. എടോ, ഒന്ന് പതുക്കെ പറ. അവനകത്തുണ്ട് സിക്കന്ദർ. സിക്കന്ദർ അല്ല മട്ടന്തർ വന്നാലും എനിക്കാരും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഗംഗാധരനല്ലേ കടപ്പുറമാ, കടപ്പുറം. കൈ തെരണ്ടി വാൽ കൊണ്ട് ജനിച്ചവനാ. അത് ഇവിടുത്തെ ബടാസാബിനെ ഒന്ന് കാണിക്കാൻ വേണ്ടി തന്നെയാ ഞാൻ വന്നിരിക്കുന്നത്. അറിയാതെയാണെങ്കിലും ഞാൻ ഒരു തെറ്റ് ചെയ്തു, സമ്മതിച്ചു.
അതിന് പരിഹാരവും ഞാൻ ചെയ്തു കഴിഞ്ഞു. അവനെ വിളിക്കും. അവന് ഞാൻ ജോലി കൊടുത്തു. 5,000 സാലറി. ഇതാ പോരെ? ഇനി ഇവിടെ നിന്ന് നീ വാവിളിച്ചാറുണ്ടല്ലോ. ഈ 5,000 എന്ന് പറഞ്ഞ എത്രയാ? 5,000. കൊടുക്കും. ആരും ഇവിടെ വെറുതെ പണിയെടുക്കണ്ടെന്ന് ആ സിക്കന്ദർ പറഞ്ഞിട്ടുള്ളത്. ആ രമണന് കൂടെ ഒരു ശമ്പളം കൊടുക്കാൻ പറയോ? മരണന് പണിയെടുക്കുന്ന അനുസരിച്ച് നല്ല ശമ്പളം കൊടുക്കും. എന്നാ പിന്നെ എനിക്കൂടെ ഒരു പണിയൊന്നൂടെ? നീ ഇനി ഇവിടെ നിന്ന് എനിക്ക് പണി ഉണ്ടാക്കരുത്. പോടാ. വാടാ 5,000 അനക്കണ്ട. 5,000 അനക്കണ്ട. ഞാൻ പോയിട്ട് 1-ാം തീയതി മടങ്ങി വരാം. ഞാൻ പോയിട്ട് 1-ാം തീയതി മടങ്ങി വരാം. ഇതെന്താ ആടിനുണ്ടായതാ? ഒന്നുമില്ല, ഞാൻ പോട്ടെ. ബാഗ് എന്ന് പറയാൻ മാത്രം അറിയാല്ലേ? ഞാൻ പോട്ടെ. ഗുഡ് മോർണിംഗ് മാഡം. മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഭയ്യ, അവന് വീട്ടിലെ പണി തന്നെ പോരെ? ആർക്ക്? ആ പൊട്ടന്. വീട്ടിലെ പണിക്ക് ആള് കുറവാ. ഇവിടെ ഈ 2 നാവും നന്നാല് കാതുമുള്ള ആളുകൾ ചെയ്തിട്ട് ശരിയാകാത്ത പണി അവൻ ചെയ്താ ശരിയാവോ? നിനക്കറിയില്ല, അവൻ മിടുക്കനാ. ഇവിടെയുള്ള ആരേക്കാളും മിടുക്കൻ.